ശരിക്കും പ്രശ്നം ഉണ്ടായത് ഈ പുള്ളിയായിട്ടാണ്. ബാക്കി നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പൊ അവനൊന്ന് സമന്വയിപ്പിക്കാൻ നമ്മൾ എപ്പോഴത്തോളം സമന്വയിപ്പിക്കാൻ ശ്രമിച്ചത് അവൻ പൈസ വേണമെന്ന് പറഞ്ഞേ. അവൻ പൈസ വേണ്ടെന്ന് പറഞ്ഞ പൈസ അവന് വേണമെന്ന് പറഞ്ഞു. അവന് തിരുവനന്തപുരത്ത് പൈസ കിട്ടിയിട്ടില്ല, ഈ പൈസ കിട്ടിയിട്ടില്ല. പിന്നെ രേണുസുതി ബിഗ് ബോസിൽ കയറി. ഞാൻ ബിഗ് ബോസിൽ കയറിയില്ല, രേണുസുദിനെ ഇവനടുത്ത് കറക്കി. രേണുസുദിനെ ബിഗ് ബോസിൽ കയറാൻ സഹായിച്ചത് ഇവനാണ്. നീ കറുത്തവനാണ്, നീ പെലയനാണ്, നിനക്ക് അത് കിട്ടിയില്ല, നിനക്ക് കറുത്താളിരിക്കണം, നീ അങ്ങനെയാണ് എന്ന് പറയണ ഒരാളത് മിണ്ടാതിരിക്കാൻ നമ്മൾ 150 പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നല്ലാതെ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നമുക്ക് പിടിച്ചു മാറ്റാം. ഇത് പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ട് എങ്ങനെ പിടിച്ചു മാറ്റണേ? ഒന്നാമത്തെ കാര്യം. അതുപോലെ വണ്ടിയിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കേ, അയാളുടെ ഓരോ വന്നിട്ട് കുറച്ച് അവർക്ക് ഡയലോഗ് അടിച്ച് വാലടച്ച് പുറത്തേക്ക് ഇറങ്ങി. യൂബറിലാണ് അവൻ ഓൾറെഡി വീട്ടിൽ പോകാൻ എടപ്പള്ളി ചെന്നിട്ട്. അല്ല, ഓൾറെഡി ഞങ്ങൾ തീരുമാനിച്ചെന്ന് വെച്ചാൽ മരടി കൊണ്ടുവന്നാക്കാന്ന് തീരുമാനിച്ചു. സാധാരണ ഞാൻ അവനെ ചിലപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നാക്കും. എനിക്ക് വയ്യെങ്കിൽ ഞാൻ ഇവിടെ ആ ഊബർ വന്ന് അവനെ കയറ്റി വിട്ടിട്ട് ഞാൻ പോരാറ്, അവന്റെ സേഫ് നോക്കിയിട്ട്. അപ്പൊ ചില സമയത്ത് അവൻ വീട്ടിൽ തന്നെ കൊണ്ടുപോകും. കൂടുതൽ സമയം വീട്ടിൽ കൊണ്ടാക്കാറ് മതി. പക്ഷെ ഇവർക്ക് പിറ്റേ ദിവസം കോഴിക്കോട് പോകാനുണ്ടായതുകൊണ്ടും അജുവിന് വേറെ എവിടെ പോകാനുള്ളതുകൊണ്ടും ഞാൻ പറഞ്ഞു, എടാ ഇവർക്ക് രണ്ടുപേർക്ക് നാളെ രാവിലെ വെളുപ്പിനെ പോകാനുള്ളതാണ്. അപ്പൊ നിന്നെ ഇടക്കൊച്ചി കൊണ്ടുവന്നാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് അത്രയും ഇവർക്ക് ബുദ്ധിമുട്ടാണ്. നീ എല്ലാവരുടെയും കാര്യം നോക്ക്, ഞാൻ അതുകൊണ്ട് ഞാൻ നിന്നെ മരട് വരെ ആക്കാന്ന് പറഞ്ഞു. ചേട്ടാ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സമയം കൂടി വന്നതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു, എടാ നിന്നെ ഞാൻ എടപ്പള്ളിയിലാക്കിയിട്ട് ഞാൻ അവിടുന്ന് ഊബർ വിളിച്ച് ഊബർ വന്ന് നിന്നെ കേറിയിട്ടേ ഞങ്ങൾ പോകണുള്ളൂ എന്ന് പറഞ്ഞിരുന്ന. എടപ്പള്ളിയിലാക്കാനാണ് ഓൾറെഡി ഇരുദേശം യൂബർ വിളിച്ചു പോകുന്ന ഓൾറെഡി തീരുമാനമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഓക്കെയായിരുന്നു എല്ലാ കാര്യങ്ങളും, അതൊക്കെ ചെയ്തതാണ്. പക്ഷെ ഇത് സംഭവങ്ങളായി കഴിഞ്ഞിട്ട് ഇവനെ കൊണ്ട് എന്ത് ചെയ്ത് നേരെ ഇവൻ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ അറിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ലൈവ് കാര്യങ്ങള്, ഇവന്റെ ഫോട്ടോ വേസ്റ്റ് ചെയ്ത് ആ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കൈക്കെട്ടുകളോ കയ്യിൽ കാലുകെട്ടുകളോ അതൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു ചാനലിൽ വന്ന് ഇന്റർവ്യൂ എടുക്കുന്നുണ്ടായിരുന്നു. ചാനലിന്റെ പേര് ഞാൻ മറന്നുപോയി, ഭൂമി മലയാളോ അങ്ങനെ ഏതോ ചാനല്. അന്ന് കൗൺസിലറൊക്കെ എന്തും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ഇതിലും ഈ പറയുന്ന ദേഹത്തും ഒന്നും പ്രശ്നമൊന്നുമില്ല. അതല്ല സമയത്ത് മാത്രമല്ലല്ലോ, രാത്രി എന്തോ ഒരു ലൈവ് രാത്രി എന്തോടെ വീർത്തിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ മുട്ടയും ഉണ്ടായിരിക്കാം ലൈവ് വന്നു. അപ്പൊ നമ്മളത് വലിയ കാര്യമാക്കിയില്ല, ഇവനത് ചെയ്തിട്ട് ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കാലത്ത് ഇങ്ങനെ ഭൂമി മലയാളത്തിൽ വന്നു. അപ്പോഴും ഇവന് യാതൊരു പ്രശ്നങ്ങളില്ല, കാലത്തും ഒരു പ്രശ്നങ്ങളില്ല, അപ്പോഴും നമ്മൾക്ക് വിഷയങ്ങളില്ല. അതിനിടയ്ക്ക് ഇവരും അവന്റെ പേജുകളിൽ വീഡിയോസും കാര്യങ്ങളും ഇടുന്നുണ്ട്, പിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ചെയ്യൂടാന്ന് പറഞ്ഞിട്ട് ആശിഷിന്റെ മൊബൈലിലേക്ക് മറ്റേ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു, ലാലേട്ടന്റെ പ്രോഗ്രാമിൽ ഞാൻ കാലിക്കട്ടായിരുന്നു. ഞാൻ കാലിക്കട്ടിലേക്ക് പോയി. പിന്നെ ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്ക് 3 മണിക്ക് നമ്മൾ കേസ് കൊടുത്തു. അവൻ കേസ് കൊടുക്കാൻ പോകുന്ന ഉച്ചയ്ക്കായിരിക്കും വീഡിയോസ്. അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് ഈ വീഡിയോ ഗ്രൂപ്പിൽ കണ്ട്, അതായത് ഇവന് കൈയും കാലും തലയൊക്കെ കെട്ടിച്ചിട്ട് ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് ഇവന്റെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് ബ്യൂട്ടീഷ്യൻസ് അത് എനിക്ക് ഇവൻ തന്നെ അയച്ചതാണ്. അതായത് അവര് വന്ന് പറഞ്ഞു ഇവന്റെ അടുത്ത് മാപ്സ്റ്റിക് എന്ന് പറയുന്ന ചാനലിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം, ഈ പറയുന്ന ചാനലുകൾ മില്യൺസ് ഫോളോവേഴ്സ് ഉള്ളതാണ്. ഈ മാപ്സ്റ്റിക് എന്ന് പറയുന്ന മാക്സിമം 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 50,000-70,000 ഇതുള്ളൂ. അവരോട് എന്തിനാണ് ഈ പറയുന്ന ആളുകൾക്ക് എന്തിനാണ് വൈരാഗ്യം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കാരണം അവരുടെ റീച്ച് വെച്ച് നോക്കുമ്പോൾ പെരേര എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് ഇപ്പൊ വഴിയാണ്. കാരണം അതിനോട് വീഡിയോയും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എന്തിനാണ് അവനെ കൊണ്ട് ഇങ്ങനെ ഒരു ബ്യൂട്ടീഷ്യൻ പാർലറിൽ കൊണ്ട് ഇവനിങ്ങനെ സംഭവം മറ്റേ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് അവന്റെ ആക്ടിങ് കണ്ടപ്പോ തന്നെ മൊത്തത്തിൽ ആളുകൾക്ക് മനസ്സിലായി. പക്ഷെ ഈ പറയുന്ന ഇവന്റെ വീട്ടില്, കാരണം ഇവൻ പിന്നെ യൂബറിന്റെ പ്രശ്നങ്ങളിലൊക്കെ ഇവൻ കാരണം ഊബർ ഡ്രൈവർ അങ്ങനെയുള്ള സംഭവം വീഡിയോസിൽ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞു. അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളുണ്ടായി. അപ്പൊ പക്ഷെ ഇതിന്റെ ഇടയിൽ കുത്തിത്തിരിക്കുകയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവന്റെ ഫാമിലിക്ക് വിഷയങ്ങളായി. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ കെട്ടുന്ന കാരണന്മാർ എന്താ വിചാരിക്കണേ, ഒരാളെ കൊല്ലാൻ പാത്തു എന്റെ മകൻ അങ്ങനെ ചെയ്തെന്നുള്ള സംഭവം വന്നപ്പോ കാരണന്മാർക്ക് അത് വിഷയമായി. അത്രയും നേരം ഈ പറയുന്ന പെരേരയുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പേരുടെ ഫാദർ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ വിളിച്ചപ്പോ ചേട്ടൻ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഇവൻ കിട്ടുന്ന തെറി പറയും. അത് റെക്കോർഡ് ചെയ്ത്, കാരണം നമ്മുടെ അടുത്ത് നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിന് റെക്കോർഡ് നമ്മൾ പറയുന്ന കാര്യവും ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ കാരണം ഇവൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവൻ അങ്ങനെ ചെയ്തപ്പോൾ അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇവൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല.